നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരസഭാ ഭരണം LDFന് നഷ്ടം. LDF ചെയർപേഴ്സൺ പുറത്തായത് UDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെ. അതേസമയം വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ജനപ്രതിനിധികളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി BJP സംസ്ഥാന അധ്യക്ഷൻ. മദ്യലഹരിയിൽ മാതൃസഹോദരിയെ ആക്രമിക്കുവാൻ ശ്രമിച്ച യുവാവിനെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് മറയൂർ സ്വദേശി ജഗൻ. പ്രതി സഹോദരൻ അരുൺ മറയൂർ പോലീസിന്റെ പിടിയിൽ. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വക സ്ഥലത്തു നിന്നും മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം. പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി പാണ്ടിപ്പാറയിൽ വാങ്ങിയ സ്ഥലത്തു നിന്നും മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നത് കഴിഞ്ഞ ദിവസം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തങ്കമണി പോലീസിൽ പരാതി നൽകി. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് അടിമാലി കുരങ്ങാട്ടിയിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം നടന്നത് പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചും. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരസഭാ ഭരണം LDFന് നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് LDF ചെയർപേഴ്സൺ പുറത്തായത്. BJPയുടെ ഒരു വിഭാഗം കൗൺസിലർമാരും അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് രേഖപ്പെടുത്തി. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ജനപ്രതിനിധികളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സസ്പെൻഡ് ചെയ്തു. ഒട്ടേറെ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള തൊടുപുഴ നഗരസഭയിൽ ഇത്തവണ LDF ചെയർപേഴ്സണെ UDF അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത് 4 BJP അംഗങ്ങളുടെ പിന്തുണയോടെയാണ്. UDFനൊപ്പം BJPയിലെ 4 അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയം പാസ്സായത്. 12-നെതിരെ 18 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസ്സായത്. നഗരസഭയിൽ ഭരണത്തിലെത്താനുള്ള നീക്കങ്ങൾ 2 തവണ പാളിപ്പോയതിനാൽ ഇത്തവണ എന്തു വില കൊടുത്തും ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെയുള്ള അവിശ്വാസം UDF വിജയിപ്പിച്ച് എടുക്കുകയായിരുന്നു. CPM പ്രതിനിധിയായിരുന്നു സബീന ബിഞ്ചു. നഗരസഭയിൽ നടന്ന നാടകീയ രംഗങ്ങളിലൂടെ UDF BJP ബന്ധം പുറത്തായതായി സബീന ബിഞ്ചു പറഞ്ഞു. അല്ല, അത് എക്കാലം ഉള്ളതാണല്ലോ. BJPയുടെ UDFന്റെ ആവശ്യത്തെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെയും അത് അങ്ങനെ തന്നെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ അവർ കൊടുത്തിരുന്നത് ഞാൻ നഗരസഭയിലെ ലൈറ്റ് ഇടുന്നില്ല, 24-25 വാർഷിക പദ്ധതി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് എക്കാലവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് തന്നെയാണ് പോകുന്നത്. ഞാൻ കയറുന്ന സമയത്ത് 18% ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ ഇപ്പോൾ 52% എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ BJPയിലെ 4 കൗൺസിലർമാർ പിന്തുണച്ചത് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചാണ്. നിലവിൽ 8 അംഗങ്ങളാണ് BJPക്ക് തൊടുപുഴ നഗരസഭയിലുള്ളത്. BJPയുടെ ഒരംഗം ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയില്ല. പാർട്ടി വിപ്പ് അനുസരിച്ച് ചർച്ചയും വോട്ടെടുപ്പും ബഹിഷ്കരിച്ചതായി BJP കൗൺസിലർ PG രാജശേഖരൻ പറഞ്ഞു. നമ്മുടെ നയം കൗൺസിലിൽ വ്യക്തമാക്കിക്കൊണ്ട് വോട്ടെടുപ്പിന് മുമ്പ് ചർച്ച അവസാനിക്കുന്നതിന് മുമ്പുമായിട്ട് ഇറങ്ങിപ്പോരണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഏറ്റുനിന്ന് ഞങ്ങൾ BJPയുടെ പ്രതിനിധികളാണ്. BJPയുടെ നിർദ്ദേശം ഇവിടെ നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കരുതെന്നും തുടർന്ന് നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് നിൽക്കണമെന്നുമാണ്. അതനുസരിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ 3 കൗൺസിലർമാർ മാത്രമാണ് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാലിച്ചിട്ടുള്ളത്. പാർട്ടിയിലെ വിഭാഗീയത പുറത്തുവന്നത് BJPക്ക് കനത്ത തിരിച്ചടിയായി. 6 മാസം മുമ്പ് കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും മുസ്ലിം ലീഗ് എതിർത്തതോടെ പ്രമേയം പാസാക്കാനായിരുന്നില്ല. BJP അംഗങ്ങളുടെ പിന്തുണയോടെ ഇത്തവണ അവിശ്വാസം പാസ്സായത് ഫലത്തിൽ മുസ്ലിം ലീഗിനുള്ള കോൺഗ്രസിന്റെ താക്കീതുമാണ്. എന്നാൽ LDF ഭരണം അവസാനിപ്പിക്കാനാണ് പിന്തുണച്ച് വോട്ട് ചെയ്തതെന്ന് BJPയിലെ ഒരു വിഭാഗം കൗൺസിലർമാർ പറഞ്ഞു. കാഞ്ഞിരമറ്റം മേഖലയിലെ ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ന്യൂനപക്ഷമായ ഈ കൗൺസില് അധികാരത്തിൽ നിന്ന് താഴെ വരണം. ഒരു CPMന്റെ ഭരണസമിതിയെ നിലനിർത്തേണ്ട ചുമതല ഞങ്ങൾക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 18 അംഗങ്ങൾ മതി ഈ ഭരണം പോകുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 12-നെതിരെ UDFന്റെ 14 പേരും ഞങ്ങൾ 4 പേരും അങ്ങനെ 18 പേരുടെ അംഗബലത്തോടു കൂടിയിട്ടാണ് CPMന്റെ ഭരണം ഇവിടെ തൊടുപുഴയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെ മോശം ഭരണത്തിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ UDF സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. അല്ല, UDFന്റെ 14 കൗൺസിലർമാരും കൂടെ കൂടി ഇരുന്ന് UDFന്റെ ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുക എന്നുള്ളത്.
അപ്പോൾ തന്നെ ഒരു തീരുമാനവും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിന് ശേഷം അവിശ്വാസം പാസ്സാവുകയാണെങ്കിൽ അത് സംബന്ധിച്ച് പിന്നീട് ഒരു ചർച്ച നടക്കുന്നത്, ചെയർമാൻഷിപ്പ് സംബന്ധിച്ചൊരു ചർച്ച നടക്കുന്നത് തൊടുപുഴയിലോ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലോ ചർച്ചയില്ല. UDF-ന്റെ സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് ഞങ്ങളെ അറിയിക്കും. ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും. കഴിഞ്ഞ തവണ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ലെ കോൺഗ്രസ് ലീഗ് കൗൺസിലർമാർ തമ്മിലുണ്ടായ അഭിപ്രായ അനൈക്യത്തെ തുടർന്നാണ് LDF-ന് ഭരണം ലഭിച്ചത്. വരുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിലും UDF-ൽ അന്തർനാടകങ്ങൾ ഉണ്ടാകുമോ എന്നും കണ്ടറിയണം. അതേസമയം BJP വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത TS രാജൻ, ജിതേഷ് C, ജിഷ ബിനു, കവിത വേണു എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അറിയിച്ചു. മദ്യലഹരിയിൽ മാതൃസഹോദരിയെ ആക്രമിക്കുവാൻ ശ്രമിച്ച യുവാവിനെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി. മറയൂർ സ്വദേശി ജഗനാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ സഹോദരൻ അരുണിനെ മറയൂർ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. കൊല്ലപ്പെട്ട ജഗന്റെയും സഹോദരൻ അരുണിന്റെയും മാതാപിതാക്കൾ മരിച്ച ശേഷം ഇവരുടെ മാതൃസഹോദരി ബാലാമണിയുടെ വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. സഹോദരങ്ങൾ തമ്മിൽ വാക്കുതർക്കം പതിവായിരുന്നുവെന്നാണ് വിവരം. അരുണാണ് ആദ്യം മാതൃസഹോദരിയുടെ വീട്ടിൽ താമസമാക്കിയത്. പിന്നാലെ ജഗനും ഈ വീട്ടിൽ താമസമാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ജഗൻ ബാലാമണിയെ വാക്കത്തിയെടുത്ത് ആക്രമിക്കുവാൻ ശ്രമിച്ചതായും തുടർന്ന് അരുൺ വാക്കത്തി ഉപയോഗിച്ച് ജഗനെ വെട്ടുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. ജഗന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ജഗനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് മറയൂർ പോലീസ് എത്തി വീട്ടിൽ നിന്നും അരുണിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വക സ്ഥലത്തു നിന്നും മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം. പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി പാണ്ടിപ്പാറയിൽ വാങ്ങിയ സ്ഥലത്തു നിന്നും കഴിഞ്ഞ ദിവസമാണ് മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തങ്കമണി പോലീസിൽ പരാതി നൽകി. പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങിയ പാണ്ടിപ്പാറയിലുള്ള 50 സെന്റ് സ്ഥലത്തെ മരങ്ങളാണ് മുറിച്ചു കടത്താൻ ശ്രമം നടന്നത്. യന്ത്രം ഉപയോഗിച്ച് മരം മുറിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് പഞ്ചായത്തിൽ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസും സെക്രട്ടറിയും സ്ഥലത്തെത്തി സ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷം തങ്കമണി പോലീസിൽ പരാതി നൽകി. ചെറിയ തടിക്കഷ്ണം വെട്ടുന്നു എന്ന് പരാതി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ ഡാരിസിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഡാരിസ് പറഞ്ഞൊരു ചെറിയൊരു തൂണിന് വേണ്ടിയിട്ടാണ് ഒരു തടിക്കഷ്ണം വെട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ പൊതുമുതലാണ്, പൊതുമുതലിനകത്തുനിന്ന് വെട്ടാനും പാടില്ല, വിൽക്കാനാണോ എന്ന് ചോദിച്ചു. വിൽക്കാനല്ല എന്നും പറഞ്ഞു. അപ്പോൾ അത് അവിടെ തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു. ഡാരിസ് അതുപോലെ തന്നെ അവിടെ ഇട്ടേച്ച് പോവുകയും ചെയ്തു. ഞാൻ ചെറുതോണിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ കയറുകയും തടിക്കഷ്ണം വെട്ടിയിട്ടിരിക്കുന്നത് കാണുകയും അതവിടെ കൂട്ടിയിരിക്കുന്നത് കാണുകയും ചെയ്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡാരിസിനെ അന്വേഷിച്ചപ്പോൾ ഡാരിസ് അവിടെ ഇല്ല, അതവിടെ കിടക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതുമുതലായതുകൊണ്ട് നമ്മുടെ അനുവാദം കൂടാതെ അതിനകത്ത് കയറി തടിക്കഷ്ണം വെട്ടിയതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. പരാതിയിൽ പോയി നോക്കുകയും ചെയ്തു. ഇപ്പോഴും ആ തടിക്കഷ്ണം അവിടെ കിടക്കുകയും. സ്ഥലത്തെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമിച്ചതെന്നാണ് ആരോപണം. സംഭവത്തിൽ തങ്കമണി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് അടിമാലി കുരങ്ങാട്ടിയിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ 100 കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമായിരുന്നു പ്രതിഷേധം നടന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്താൽ പൊറുതിമുട്ടിയതോടെയായിരുന്നു കുരങ്ങാട്ടി മേഖലയിലെ യുവാക്കൾ ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകളും വിതരണം ചെയ്തതിനൊപ്പം കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ 100 കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചും പ്രതിഷേധം നടന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്താൽ തങ്ങൾ പൊറുതിമുട്ടിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഒരു 1.5 വർഷം മുമ്പ് ഒരു പരാതി കൊടുത്താൽ ഞങ്ങളെ കൂട്ടം നാട്ടുകാരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവർ ഈ നയം തന്നെ സ്വീകരിച്ചു വരിക. പരാതി കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചിത്രവൻ ലൈനാണ് പകുതി, ബാക്കി അടിമാലിയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് നടപടിയെടുക്കാൻ കഴിയില്ല എന്നൊരു സമീപനമാണ് KSEB ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ സമരമായിട്ട് മുന്നിട്ടിറങ്ങിയത്. ഇനിയുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതൊരു സൂചന മാത്രമാണ്. ഇതിനകത്ത് ഇത് കണ്ടിട്ട് ഇങ്ങനൊരു സമരമായിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ 2-3 ദിവസം കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഉപഭോക്തൃ കോടതിയിൽ നമുക്ക് വൈദ്യുതി നേരായോ തരാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമുക്ക് നഷ്ടപരിഹാരം തരണം. ആ രീതിക്ക് ഞങ്ങൾ കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ജനങ്ങളാകെ ആഗ്രഹിക്കുക. ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി. ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ ആശയവിനിമയം നടത്തുന്നത്. വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും. പ്രദേശത്ത് സ്കൂൾ, റേഷൻ കട, ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. തുടർച്ചയായ വൈദ്യുതി മുടക്കം ഇവയുടെയെല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിവിടം. രാത്രികാലത്തെ വൈദ്യുതി മുടക്കം
കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അടിക്കടി വൈദ്യുതി മുടങ്ങാനുള്ള കാരണം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അല്ലാത്തപക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തങ്ങൾ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുമെന്നും യുവാക്കൾ മുന്നറിയിപ്പ് നൽകി. കാഞ്ചിയാർ പേഴുങ്കണ്ടത്ത് 9ാം ക്ലാസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പേഴുങ്കണ്ടം സ്വദേശി കാരിക്കോട്ട് ചുരയിൽ ഗോകുലാണ് മരിച്ചത്. ഉച്ചയോടെയാണ് സംഭവം. രക്ഷകർത്താക്കൾ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. മാതാപിതാക്കൾ ഇരുവരും രാവിലെ ജോലിക്കായി പോയിരുന്നു. മേരികുളം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ഗോകുൽ. യാത്രക്കാരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് കട്ടപ്പന KSRTC ഡിപ്പോയിൽ നിന്നും രാത്രി 8 മണിക്ക് വാഗമൺ വഴി കോട്ടയത്തേക്ക് പുതിയ സർവീസ് ആരംഭിച്ചു. മേഖലയിലെ ആളുകളുടെ രാത്രികാല യാത്രാ ദുരിതം മനസ്സിലാക്കിയാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. കട്ടപ്പനയിൽ നിന്ന് രാത്രി 8-ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്ന KSRTC ബസ് ഓട്ടം നിർത്തിയതോടെയാണ് വാഗമണിൽ നിന്ന് രാത്രി വൈകി മടങ്ങുന്ന സഞ്ചാരികൾക്കും യാത്രക്കാർക്കും വാഹനമില്ലാതെ വന്നത്. തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് 4 മാസം മുമ്പാണ് ഓട്ടം നിർത്തിയത്. കളക്ഷൻ കുറവാണെന്ന കാരണമാണ് സർവീസ് നിർത്താൻ കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. രാത്രി 9:50-ന് വാഗമണിലെത്തുന്ന ബസ് 10 മിനിറ്റിന് ശേഷം 10 മണിക്കാണ് വാഗമണിൽ നിന്നും രാത്രി പുറപ്പെട്ടിരുന്നത്. രാത്രി വൈകി വാഗമണിൽ നിന്ന് പോകുന്നവർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഈ സർവീസ്. ഓട്ടം നിർത്തിയതോടെ രാത്രിയിൽ അമിത കൂലി നൽകി ടാക്സി വിളിക്കേണ്ട അവസ്ഥയിലായിരുന്നു യാത്രക്കാർ. യാത്രക്കാരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് കട്ടപ്പന KSRTC ഡിപ്പോയിൽ നിന്നും രാത്രി 8 മണിക്കാണ് വാഗമൺ വഴി കോട്ടയത്തേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. രാത്രി 8 മണിക്ക് പുതിയൊരു സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഏലപ്പാറ വാഗമൺ ഇരാറ്റുപേട്ട വഴി ബസ്സില്ല എന്നുള്ളതിന്റെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് KSRTC കട്ടപ്പന പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ സർവീസ് തദ്ദേശവാസികൾക്ക് വളരെ പ്രയോജനപരമാകും എന്നുള്ളത് 100% ശരിയാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർ ഇത് പരിഗണിക്കുകയും KSRTCയെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ സർവീസ് ഏറ്റവും ഗുണകരമാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ പറ്റും. കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് ഓട്ടം തുടങ്ങുന്ന പുതിയ ബസ് രാത്രി 8-ന് കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച് 9:45-ന് വാഗമണിലെത്തും. 10:45-ന് ബസ് ഈരാട്ടുപേട്ടയിലെത്തും. 12-ന് കോട്ടയത്തെത്തും. KSRTCയുടെ പുതിയ ബസ് സർവീസ് മേഖലയിലെ ആളുകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഡിവൈഎഫ്ഐയുടെ വാഹന റാലിയിൽ സ്വീകരണമായി ലഭിച്ച നോട്ട് ബുക്കുകൾ കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിന് കൈമാറി. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇരുചക്ര വാഹന റാലി നടത്തിയത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേണ്ട ലഹരിയും ഹിംസയും ജനകീയ യുദ്ധത്തിൽ അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ക്യാപ്റ്റനും MS ശരത് മാനേജറുമായ തൊടുപുഴ മുതൽ നെടുങ്കണ്ടം വരെയുള്ള റാലിക്കാണ് വിവിധയിടങ്ങളിൽ സ്വീകരണം ലഭ്യമായത്. വിവിധ മേഖലകളിൽ പ്രവർത്തകർ നോട്ട് ബുക്കുകൾ നൽകിയാണ് റാലിയെ സ്വീകരിച്ചത്. ഈ നോട്ട് ബുക്കുകളാണ് കട്ടപ്പന വള്ളക്കടവ സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നൽകിയത്. ഡിവൈഎഫ്ഐ നേതാക്കളായ എസ് സുധീഷ്, ഫൈസൽ ജാഫർ, ജോബി എബ്രഹാം, ബിപിൻ ബാബു, മഹിൻ മധു എന്നിവർ നേതൃത്വം നൽകി. നഗരസഭാ കൗൺസിലർ സുധർമ്മ മോഹനൻ, കാഞ്ചാർ പഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിൽ ഓട നിർമ്മാണം നടത്താത്തതിനാൽ അപകടങ്ങൾ പതിവാകുന്നു. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ തങ്കമണി പ്രകാശ് റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. ഐറിഷ് ഓട നിർമ്മാണം ഫയലിൽ ഉറങ്ങുന്നതാണ് റോഡിന്റെ ശാപമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുടിയേറ്റ കാലത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന തങ്കമണി പ്രകാശ് റോഡിന്റെ നിർമ്മാണമാണ് കോടികൾ മുടക്കി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തീകരിച്ചത്. എന്നാൽ BMBC നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയ റോഡിന്റെ ഇരുവശങ്ങളിലും അഗാധമായ ഗർത്തങ്ങളോട് കൂടിയ കട്ടിങ്ങാണുള്ളത്. ഇതാകട്ടെ കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹന യാത്രികർക്കും ഭീഷണി സൃഷ്ടിക്കുന്നു. തങ്കമണി നേലുപേര് കൂടി പ്രകാശനുള്ള റോഡ് പണി വരുന്നെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വളരെയധികം സന്തോഷിച്ചത്. പക്ഷേ റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മേളിലിട്ട് ആരും ഇനി അല്ലാതെ കണ്ട് വേറെ ഒരു പരിപാടി നടന്നിട്ടില്ല. റോഡിൻ്റെ 2 സൈഡുകളും ഓട തീർന്ന് കിടക്കുകയാണ്. ഞാനിവിടെ ഒരു കുഞ്ഞ് മാടക്കട നടത്തുന്നത്. ഞാൻ ഈ മാടക്കട എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. ഇവിടെ ഒരു വളവാണ്. ഈ വളവിലായിട്ട് എപ്പോൾ വന്നാലും വണ്ടികൾ ഈ ഓടയ്ക്കകത്തോട്ട് പോവുക. ഞങ്ങളിവിടെ ആളെ കൂട്ടി എപ്പോഴും കയറ്റി വിടില്ല നമ്മുടെ പരിപാടി. അതുകൊണ്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ഹൈരിസ് ഓടയോ എന്താണെങ്കിലും ഇത് 2 സൈഡും ചെയ്ത് വൃത്തിയാക്കി തരണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. വാഹനങ്ങൾ കൊക്കയിൽ പതിക്കാതിരിക്കാൻ നിർമ്മിച്ച സുരക്ഷാ ബാരിക്കേഡുകൾ പോലും തകർന്നു തുടങ്ങി. സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകാത്തതും റോഡിന്റെ ഓട നിർമ്മാണത്തിന് തടസ്സമാകുന്നുണ്ട്. കാലവർഷത്ത് റോഡിൽ കൂടി വെള്ളം പതിവായി ഒഴുകുന്നത് റോഡ് തകരാനും കാരണമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. അടിയന്തരമായി റോഡിന്റെ വശങ്ങളിൽ ഐറിഷ് ഓട നിർമ്മിക്കണമെന്നാണ് ആവശ്യം. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ മാർച്ച് 27-ന് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ. ഇതിനോടകം സ്കൂളുകളും
സ്ഥാപനങ്ങളുമായി 36 സ്ഥലങ്ങൾ ഹരിതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ 187 അയൽക്കൂട്ടങ്ങളും ടൗണുകൾ ഉൾപ്പെടെ 8 പൊതുസ്ഥലങ്ങളിലും ഹരിത പ്രഖ്യാപനം നടത്തും. മണൽമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഭൂരിഭാഗവും തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സംവിധാനമില്ലെന്ന കാരണത്താൽ റോഡിൽ തള്ളുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ വാഹനങ്ങളിലെത്തിച്ച് മാലിന്യം തള്ളുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇത് ഏറ്റവും വലിയൊരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 വാർഡ്, 18 വാർഡിൽ ഇപ്പോൾ 20 വാർഡാകാൻ പോകുന്നു. 20 വാർഡുകൾ ഏതാണ്ട് 10 വാർഡോളം തോട്ടം മേഖലയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവർക്കൊരു വീടിനോട് ചേർന്നൊരു വീടായിട്ടാണ്. കാരണം അവർക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥലമോ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വരുന്ന മാലിന്യങ്ങളോ മറ്റുള്ള വീട്ടിൽ വരുന്ന ഭക്ഷണപദാർത്ഥങ്ങളോ വേസ്റ്റുകളോ അവർക്ക് നിക്ഷേപിക്കാൻ മറ്റുള്ള സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇത് നേരെ റോഡിലേക്ക് എടുത്തുള്ളായിരുന്നു. അപ്പോൾ മാലി പോലുള്ള സ്ഥലം, മാലി കറുവാക്കുളം ശാസ്ത്രനാട വാഴവീട് പോലുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ വളരെ ഭീകരാവസ്ഥയായിരുന്നു. പക്ഷേ അതിനെല്ലാം നമുക്ക് മനോഹരമായ രീതിയിൽ അവർക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതിനുള്ള സംവിധാനങ്ങൾ, നമുക്ക് മാലിന്യ പ്ലാന്റുകൾ, നമുക്ക് ഏറ്റവും തുമ്പർമൊഴി പോലെ നമ്മൾ നല്ലൊരു പദ്ധതി കൊണ്ടുവന്നു. നമ്മൾ വേസ്റ്റുകൾ കൊണ്ടുവന്നു അവിടെ കൊണ്ട് സംസ്കരിച്ച് വളമാക്കുന്ന പദ്ധതികളെ നമ്മുടെ MCF നല്ല കൃത്യമായിട്ട് തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളെ ഫീൽഡിൽ വിടുകയും നമ്മൾ കൃത്യമായിട്ട് 100% കളക്ഷനിലേക്ക് നമ്മുടെ പഞ്ചായത്ത് എത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് കർശന നടപടികളിലേക്ക് നീങ്ങിയതോടെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി വലിയ പിഴയാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ റോഡിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തിയാൽ 25,000 മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കാനാണ് തീരുമാനം. കൂടാതെ മാലിന്യം തള്ളുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2,500 രൂപ പ്രതിഫലം നൽകുമെന്നും ഭരണസമിതി അറിയിച്ചു. മാതാപിതാക്കൾ മക്കളോട് കൂടുതൽ ഇടപഴകാൻ അവസരം കണ്ടെത്തണമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോൻ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ഹിൽ ടൗൺ ഹോട്ടലിൽ വെച്ചാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം വളരെയേറെ സാഹചര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും മക്കൾ നമ്മളോട് കയർത്ത് സംസാരിക്കുകയും അവർ പെട്ടെന്ന് വയലൻ്റാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണിന്ന് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മക്കളോട് ഇടപെടുന്നത് പോലെ ഇരിക്കും തിരിച്ച് നമ്മളോട് അവർ. അതിനുവേണ്ട സമയം നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ നോമ്പ് കാലത്ത് ഈ സായംസന്ധ്യയിൽ ഈ ഇഫ്താറിൻ്റെ ഈ സംഗമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരേ ഒരു കാര്യം മാത്രം, എല്ലാവരും നമ്മുടെ മക്കളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണാൻ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നാളെ നമ്മുടെ മക്കളെ ഇത്തരം വലിയ വിപത്തുകളിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ശക്തിയും നമുക്ക് ജഗദീശൻ നൽകുമാറാകട്ടെ. കട്ടപ്പന ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് യൂസഫ് മൗലവി അൽ ഖൗസരി സന്ദേശം നൽകി. സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ, സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, വെള്ളിയാങ്കുടി ഇമാം റഫീഖ് അൽ ഖൗസരി, അസോസിയേഷൻ സെക്രട്ടറി ജോഷി കുട്ടട, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, ട്രഷറർ KP ബഷീർ, കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻ ദാസ്, അഡ്വക്കേറ്റ് MK തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സമകാലീന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഭൂമിക എന്ന ആൽബത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. NG മോഹനൻ രചന നിർവഹിച്ച് റിജി കട്ടപ്പനയുടെ ക്യാമറയിലൂടെ ഒപ്പിയെടുക്കുന്ന ആൽബത്തിന്റെ ചിത്രീകരണ ഉദ്ഘാടനം റിട്ടയർഡ് അധ്യാപകൻ അഗസ്റ്റിൻ മാത്യു നിർവഹിച്ചു. നിലവിലെ സാമൂഹ്യ വ്യവസ്ഥകളെ ആധാരമാക്കിക്കൊണ്ട് രചന നിർവഹിച്ച ആൽബമാണ് ഭൂമിക. സമൂഹത്തിൽ നടക്കുന്ന വിവിധ സംഭവ വികാസങ്ങൾ ആൽബത്തിൽ പ്രമേയമാക്കിയിട്ടുണ്ട്. ജോർജ് ഐപ്പൻപറമ്പിൽ, ദുർഗാരാജൻ, അഫിറാം അനന്തു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. പ്രദേശത്തുള്ള 12ഓളം ആളുകളും കഥാപാത്രമായിട്ടുണ്ട്. കാഞ്ചാറിന്റെ വിവിധ മേഖലകളാണ് പ്രധാന ലൊക്കേഷനുകൾ. എഴുത്തുകാരൻ NG മോഹനാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. റിജി കട്ടപ്പനയാണ് ക്യാമറ നിർവഹിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഫിലമെന്റ് കലാസാഹിത്യ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒട്ടനവധി സീരിയലുകളും ആൽബങ്ങളും ഇറക്കുകയുണ്ടായി. അതിനൊക്കെ വമ്പിച്ച ജനങ്ങളിൽ നിന്നും വളരെ പ്രതീക്ഷിക്കുന്നതിനും രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ കാഞ്ചാർ പാലാക്കടയിലെ ഭൂമിക എന്ന് പറയുന്ന ഒരു ആൽബം ഷൂട്ടിങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ക്യാമറാമാൻ റജി കട്ടപ്പന, അതുപോലെ രചന എൻ്റേതാണ്. അതുപോലെ കട്ടപ്പനയിൽ നിന്നും നിരവധി കലാകാരന്മാർ ഇതിനകത്ത് ഈ ആൽബത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആൽബത്തിന്റെ ചിത്രീകരണ ഉദ്ഘാടനം കാഞ്ചാർ പാലാക്കടയിൽ റിട്ടയർഡ് അധ്യാപകൻ അഗസ്റ്റിൻ മാത്യു ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ, HCN MD ജോർജി മാത്യു, സുരേഷ് ബാബു, KB രാജേഷ്, ബിജു വാഴപ്പനാടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
10 ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചു വരുന്ന ഫിലമെന്റ് കലാസാഹിത്യ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിരവധിയായ ഹ്രസ്വചിത്രങ്ങളും സീരിയലുകളും ആൽബങ്ങളുമാണ് ഇതിനോടകം ഇറങ്ങിയിട്ടുള്ളത്. ഇവയ്ക്കെല്ലാം പ്രേക്ഷകരുടെ പൂർണ്ണ പിന്തുണയാണ് ഉണ്ടായത്. ഭൂമികയുടെ യൂട്യൂബ് റിലീസിലൂടെ നിലവിലെ സാമൂഹ്യ സ്ഥിതിയിൽ വലിയൊരു ആശയം തന്നെ പങ്കുവയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്കായി നടത്തിവരുന്ന വാർഡുതല നീറ്റുകക്ക വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പാണ്ടിപ്പാറ ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി കൃഷിഭവനും ഇടുക്കി അഗ്രോ സർവീസ് സെന്ററും സംയുക്തമായി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കർഷകർക്ക് നീറ്റുകക്ക വിതരണ പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ 14, 15 വാർഡുകളിലെ വിതരണമാണ് പാണ്ടിപ്പാറ ടൗണിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ സാമ്പത്തിക വർഷം ഉൽപാദന മേഖലയിൽ കർഷകർക്കായി നീക്കിവച്ചിരിക്കുന്ന നീറ്റുകക്ക വിതരണത്തിൻ്റെ 14, 15 വാർഡുകളിലെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാമാക്ഷി കൃഷിഭവനും ഇടുക്കിയിലെ അഗ്രോ സർവീസ് സെന്ററും ചേർന്നാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. വാർഡുകളിലെ 110 കർഷകർക്കാണ് ഒന്നാം ഘട്ടത്തിൽ നീറ്റുകക്ക വിതരണം ചെയ്യുക. ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി മാവേലി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ സോജി തോമസ്, സണ്ണി പൈകയിൽ, ചാക്കോ പുളിക്കയിൽ, ബിനോയ് കണ്ണാട്ടുകുന്നേൽ, സണ്ണി മാറാമറ്റം തുടങ്ങിയവർ സംസാരിച്ചു. പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പഠനോത്സവത്തോടനുബന്ധിച്ച് ശാസ്ത്ര പരീക്ഷണങ്ങളും പഠനോപകരണങ്ങളുടെ എക്സിബിഷനും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ ഉദ്ഘാടനം ചെയ്തു. പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായ കലാപരിപാടികൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, പഠനോപകരണങ്ങളുടെ എക്സിബിഷൻ, പ്രശസ്ത ഗണിതശാസ്ത്ര വിദഗ്ധൻ സഹദേവൻ മാഷിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ ശില്പശാലയിലൂടെ കുട്ടികൾ നിർമ്മിച്ച ജിയോമെട്രിക്കൽ ചാർട്ട്, പസിൽ, നമ്പർ ചാർട്ട് തുടങ്ങിയവയും മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച വിവിധ ഇനം പഠനോപകരണങ്ങളുടെ പ്രദർശനവുമാണ് സംഘടിപ്പിച്ചത്. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോമോൻ പള്ളിവാതുക്കൽ മാഗസിൻ പ്രകാശനം ചെയ്തു. അടിമാലി AEO ആനിയമ്മ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാസ്റ്റർ ബിനോയ് ചെമ്പരപ്പള്ളിൽ, PTA പ്രസിഡന്റ് ഷാജി KM തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പഠന മികവുകൾ പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ കഴിവും പാഠ്യേതര വിഷയങ്ങളിലെ മികവും പുറം ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുവഴി കൂടുതൽ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂൾ ഇത്തരത്തിൽ വാളാടി എസ്റ്റേറ്റിലാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ്, സ്കൂൾ മാസ്റ്റർ പുഷ്പരാജ്, പഠനോത്സവം കൺവീനർമാരായ A. ലീമ, Y. ക്രിസ്റ്റി, എസ്റ്റേറ്റ് ഫീൽഡ് ഓഫീസർ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം ബാലഗ്രാം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫോറൻസിക് സയൻസ് ലാബിന്റെയും അഡ്വാൻസ്ഡ് ഫോറൻസിക് കിറ്റുകളുടെയും ഉദ്ഘാടനം നടന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ആൻഡ് ഫോറൻസിക് സർജൻ ഡോക്ടർ പ്രശാന്ത് VK ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിന്റെയും തെളിവ് ശേഖരണത്തിന്റെയും പഠനശാഖയായ BSc ഫോറൻസിക് സയൻസ് കേരളത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിൽ ആരംഭിച്ചത്. ഓരോ കാലഘട്ടത്തിലും രേഖപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങളുടെ തെളിവ് ശേഖരണത്തിനും വിശകലനത്തിനും ഫോറൻസിക് സയൻസ് അത്യന്താപേക്ഷിതമാണ്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോണിക്കുട്ടി J. ഒഴികയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ആൻഡ് ഫോറൻസിക് സർജൻ ഡോക്ടർ പ്രശാന്ത് VK,
ഫോറൻസിക് ലാബിന്റെയും അഡ്വാൻസ്ഡ് ഫോറൻസിക് കിറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പമട്ട് പോലീസ് സ്റ്റേഷൻ ASI ബിന്ദു, ജനറൽ മാനേജർ അശോകൻ AP, HR മാനേജർ സുമി മോഹനൻ, വൈസ് പ്രിൻസിപ്പൽ അജിത് NS, IQAC കോർഡിനേറ്റർ നിതിൻ തോമസ്, ഫോറൻസിക് വിഭാഗം അധ്യാപകൻ ABKS, PRO സൈജു ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴകു വിരിയിച്ചു നിൽക്കുന്ന നീലവാഗമരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത്. പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചയ്ക്കേറെ ഭംഗി നൽകുന്നതാണ്. പച്ച വിരിച്ചു കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിൽ നീലവസന്തം തീർക്കുകയാണ് ജക്രാന്ത. പാതയോരങ്ങളിലാകെ നീലവാകപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇലകൾ പൊഴിച്ച നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിൽ ഒന്നാണ്. മൂന്നാർ എപ്പോഴും തന്നെ വൈൽഡ് ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു വാലിയാണ്. ഓരോ സീസണുകളും എപ്പോൾ വന്നാലും ശരി, ഏത് മാസം വന്നാലും ശരി, മൂന്നാറിൽ ഓരോ സീസണിലും അതിൻ്റെതായ സീസണൽ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ബാൽസംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മരങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജനുവരിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന ജക്രാന്തയുടെ സീസൺ. മൂന്നാറിൽ ഏത് ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്ത് പോയാലും ജക്രാന്ത പൂത്തി നിൽക്കുന്ന നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് മാസങ്ങളിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ സ്പാത്തൂടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെലസ്റ്റോമ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് എപ്പോഴും ഫ്ലവറിങ്ങിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. റോഡരികിൽ കൂട്ടമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ജക്രാന്തകൾ കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചയ്ക്കേറെ ഭംഗി നൽകുന്നതാണ്. പാതയോരങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ മൂടി പിടിപ്പിക്കുവാൻ വിദേശ രാജ്യങ്ങളിൽ നീലവാകകൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ജക്രാന്തിയുടെ ശാസ്ത്രനാമം മിമോസിഫോളിയ എന്നതാണ്. എന്തായാലും മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നീലവാകകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്കാലയില വിവരം. ആകലോട്ട് 150, വിൽപ്പനയ്ക്ക് വന്നത് 30,221, വിൽപ്പന നടന്നത് 29,935, കൂടിയ വില 2,876, ശരാശരി വില 2,515. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 880, കൊക്കോ 140, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,290 രൂപ, വെള്ളി 114. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ ഭരണം LDFന് നഷ്ടം. LDF ചെയർപേഴ്സൺ പുറത്തായത് UDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെ.
അതേസമയം വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ജനപ്രതിനിധികളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി BJP സംസ്ഥാന അധ്യക്ഷൻ. മദ്യലഹരിയിൽ മാതൃസഹോദരിയെ ആക്രമിക്കുവാൻ ശ്രമിച്ച യുവാവിനെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് മറയൂർ സ്വദേശി ജഗൻ. പ്രതി സഹോദരൻ അരുൺ മറയൂർ പോലീസിന്റെ പിടിയിൽ. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വക സ്ഥലത്തു നിന്നും മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം. പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി പാടിപ്പാറയിൽ വാങ്ങിയ സ്ഥലത്തു നിന്നും മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നത് കഴിഞ്ഞ ദിവസം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തങ്കമണി പോലീസിൽ പരാതി നൽകി. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് അടിമാലി കുരങ്ങാട്ടിയിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം നടന്നത് പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ 100 കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.